ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്പെഷ്യൽ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, 3 കോഴിമുട്ടയും. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 സ്പൂണ് ചതച്ച കുരുമുളക്, തരിതരിയായിട്ടുള്ള കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നല്ലതുപോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഫോർക്ക് കൊണ്ടൊന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ അപ്പോൾ ആ കടലമാവും കോഴിമുട്ടയൊക്കെ ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഇതുപോലെ എടുത്തു, അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഓയിലൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിനായിട്ട് നമ്മൾക്ക് ഒരു ആവി ചെമ്പ് എടുക്കണം. ഞാൻ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടത്തട്ട് ഇതേമാതിരി കമത്തി വെച്ചു. ഇപ്പോൾ ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇതേപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആവി വന്നതിന് ശേഷം ചെയ്യുക. എന്നതിന് ശേഷം അടച്ച് വെച്ച് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത് വേവിച്ചെടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ അറിയാം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആ മുട്ട മിശ്രിതം ശരിക്കും ഒന്നത് അതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. ഈ സമയം നമ്മൾക്ക് ഇനി അതിലേക്ക് വേറൊരു ബാറ്റർ തയ്യാറാക്കാണ്ട് ഒരു മസാലക്കൂട്ട്. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ കോൺഫ്ലവറും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 മുറി ചെറുനാരങ്ങയുടെ നീരും, ഇത്രയും മതി. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ആവി കയറ്റിയ മുട്ട ഇതേപോലെ ഒന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേശ്ശൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അത് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ അടർത്തിയെടുത്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോളിലിട്ടിട്ട് നമ്മൾ ഇതേ പീസാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിപ്പത്തിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേമാതിരി ഒരു സ്ക്വയർ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ പനീറൊക്കെ ഇല്ലേ, അതേപോലത്തെ പീസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഇതേപോലെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ മസാല കൂട്ട് 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പകുതി വെച്ചിട്ട് ഞാനിത് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് അമർത്തിയിട്ട് തേച്ച് കൊടുക്കണ്ട. എല്ലാവർക്കും അറിയാമല്ലോ, കടലമാവും കോഴിമുട്ടയാണ് നല്ലപോലെ ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇതേപോലെ 2 പ്ലേറ്റിലേക്കാക്കി ഞാൻ അത് മസാലക്കൂട്ട് തയ്യാറാക്കി. ഇനി നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ഇതേപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഈ പീസുകൾ അതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതായത് വളരെ കുറച്ച് തീയിൽ വെച്ചാൽ മതി, പെട്ടെന്ന് ഇത് വെന്ത് പോകും. പുറം ഓവർ തീയിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയൊരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് തരികൾ കടിക്കാൻ നല്ലൊരു രുചിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനത് തിരിച്ചും മറിച്ചു വിട്ട് അതൊന്ന് നമ്മൾ മീൻ പൊരിക്കുന്ന മാതിരി പൊരിക്കുന്നുണ്ട്. പോരാത്ത എണ്ണ ഇപ്പോൾ കുറച്ച് ഇതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായില്ലേ. ഈ സമയത്ത് നമ്മൾക്കത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ട പൊരിച്ചത് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സൂപ്പറായി വന്നില്ലേ. ബാക്കി കൂടി നമ്മൾക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കാം ഇതേപോലെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ. ചിക്കനും മീനും പൊരിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടുതൽ ഇതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാമതെയും നമ്മൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വന്നു. ഇനി അതുകൂടി ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടി അതേ ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇതേപോലെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറും ഈ ഒരു സ്പെഷ്യൽ മുട്ട വറവുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.